ചലിച്ചുകൊണ്ടിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് ആറ്റിങ്ങൽ കെയർ. പിന്നിട്ട നാളുകളിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നിങ്ങളേവരും എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരെയും ആത്മാർത്ഥമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആറ്റിങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്തിന് 5 തെങ്ങ് കോട്ട കാത്തു നിൽക്കുന്നത് പോലെ തന്നെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒരു കോട്ട കെട്ടിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട MP ആറ്റിങ്ങൽ കെയർ എന്ന് പറയുന്ന ഒരു കെയറിനെ ലോകം മുഴുവനും അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ കോട്ടയ്ക്കകത്ത് വിറങ്ങലിച്ചു നിന്ന പാൻഡമിക് കൊറോണ വന്നപ്പോഴും പതറാതെ നിന്നത് ഈ ആറ്റിങ്ങൽ കെയറിൽ ആറ്റിങ്ങൽ നിവാസികളായ പ്രവാസികളായുള്ള ചുണക്കുട്ടികളും അവർക്ക് നിർദ്ദേശം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട MP-മാർ. സസ്നേഹം ആറ്റിങ്ങൽ ആരംഭിക്കുകയായി. വേദിയിലേക്ക് സ്നേഹപൂർവ്വം അധ്യക്ഷനെ ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ആറ്റിങ്ങൽ കെയറിന്റെ കോർഡിനേറ്റർ കൂടിയായ ഷാജി ശംസുദ്ദീനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായത് ഞങ്ങളുടെ പ്രിയങ്കരനായ MP മൂലം തന്നെയാണ്. ആദരണീയനായ MP അടൂർ പ്രകാശ് അവരുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആറ്റിങ്ങൽ കെയർ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. സസ്നേഹം ആറ്റിങ്ങലിന്റെ ഈ ഒരു വേദിയിലേക്ക്. And we are celebrating the 50th year. We'd like to invite the captain of the Dubai Police, Mr. Ibrahim Al-Banna, on stage, sir. Please welcome. നമ്മുടെ പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി BRM ഷഫീർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ വാക്കുകൾ ഇടറുകയാണ്. മറ്റൊന്നുമല്ല, ആർജവത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകനെയും ആവശ്യം നൽകുന്ന അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആറ്റിങ്ങൽ കെയറിന്റെ ചീഫ് കോർഡിനേറ്ററുമായ യേശുശീലൻ അവർകളാണ് അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നത്. UAE-ക്കകത്ത് 50ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൽ ആസാദിക്ക് അമൃത് മഹോത്സവ് എന്ന് പറയുന്ന ഈ 50ാം വർഷത്തോടനുബന്ധമായി ആറ്റിങ്ങൽ കെയർ നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും UAE-യും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതുക്കുന്നതിനുകൂടി ഒരു അവസരമായി കരുതട്ടെ. വളരെ സ്നേഹത്തോടെ ആറ്റിങ്ങൽ കെയറിന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സായം സന്ധ്യയെ സജ്ജമാക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതിലുപരി ഇന്നിവിടെ പ്രിയ പിന്നണി ഗായകനായി എത്തിയ മിസ്റ്റർ അൻസാർ, മഞ്ജു പിള്ള, നിസാർ വയനാട്, എല്ലാവരെയും, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഡാൻസിന് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ഒരു സംഘടനയുടെ പേരിൽ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ആൾ. അഡ്വക്കേറ്റ് BRM ഷഫീർ നമ്മുടെ മുൻ ഇലക്ഷനിൽ വർക്കല നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഫംഗ്ഷനിലേക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ ഊഴം ഇപ്പോഴല്ല എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ബഹുമാനായ കേരളത്തിലെ ഏറ്റവും ജനകീയനായ MP അടൂർ പ്രകാശ് സാറിൻ്റെ കർമ്മപഥത്തിലെ പൊൻതൂവലാണ് ആറ്റിങ്ങൽ കെയർ. മഹാരോഗം ഈ രാജ്യത്ത് കീഴടക്കിയപ്പോൾ ഒരു അവധൂതനെ പോലെ അദ്ദേഹം ഇറങ്ങി വന്നു. കൂടെ ചേർന്ന് നിന്നവർ നിങ്ങളാണ്. ഞാനിവിടെ പേര് പറയാൻ ഓരോരുത്തരും എൻ്റെ എല്ലാവരും വർക്കലയും ചിറയും കീഴും ആറ്റിങ്ങലും ഉൾപ്പെടെ എനിക്ക് ഏറ്റവും പേരെടുത്ത് പറയാൻ പറ്റുന്ന നേതാക്കന്മാർ രംഗത്തിരിപ്പുണ്ട്. അവർ ഒരു പ്രസ്ഥാനമായി മാറുകയായിരുന്നു. ഓരോ വ്യക്തികൾ ഓരോ പ്രസ്ഥാനങ്ങളായിട്ട് മാറി. പ്രസ്ഥാനം പ്രതിരോധത്തിന്റെ കോട്ടകൾ കെട്ടി. പ്രതിരോധത്തിന്റെ കോട്ടയുടെ മുമ്പിൽ ആറ്റിങ്ങൽ കെയർ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് പോയപ്പോ എത്ര പേരാണെന്നറിയോ?
ഫ്ലൈറ്റുകൾ പിടിച്ചുകൊണ്ട് കൂടണത്? എത്രയോ സാധുക്കളെ ചേർത്ത് പിടിച്ചിട്ടെന്ന് അറിയുമോ? അറിയണമെങ്കിൽ അതൊരു വലിയ തരംഗമായി എന്നും ആറ്റിങ്ങലിൽ നിൽപ്പുണ്ട്. ആറ്റിങ്ങൽ നമുക്ക് നിലനിർത്തണം. നമ്മൾ ഒരുപാട് പരസ്പരം ഭിന്നിച്ചവരാണ്. നമ്മൾ സംഘടനകളുടെ പേരിൽ ഭിന്നിച്ചവരാണ്. നമ്മൾ ഗോത്രങ്ങളുടെ പേരിൽ തമ്മിലടിച്ചവരാണ്. നമ്മൾ നേതാക്കന്മാരുടെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഭിന്നിച്ചവരാണ്. ഇനി ഭിന്നിക്കാൻ നമുക്ക് സമയമില്ല. ഇനി ഭിന്നിച്ചുകൊണ്ട് നിന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അനുകൂലമായി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആറ്റിങ്ങൽ കെയർ വീണ്ടും തുടരണം. അതുകൊണ്ട് മുഴുവൻ ആളുകളും ജാഗരൂകരായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നേതാക്കന്മാരുടെ അനുവാദത്തോടു കൂടി ഞാനിവിടെ നിന്ന് താൽക്കാലികമായി വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Requesting our Major to hand over the memento to Advocate B.R.M. Shafir, Secretary of KPCC. സസ്നേഹം ആറ്റിങ്ങൽ വെളിച്ചം നൽകിക്കൊണ്ട് സ്നേഹത്തിന്റെ കരുതലിന്റെ കൈത്തിരികൾ നൽകുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രവാസികൾ, നിവാസികൾ ഈ കൊറോണ കാലത്തിൽ കഷ്ടപ്പെട്ടപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന ഈ പ്രസ്ഥാനം ഇനിയും പ്രകാശം പരത്തി മുന്നോട്ട് പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. Major Ibrahim Al-Banna, thank you so much for your esteemed support. ആറ്റിങ്ങൽ കെയർ എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നമ്മൾ പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം, അത് ആറ്റിങ്ങൽ മാത്രമല്ല, നമ്മുടെ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കോർത്തിണക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകളുടെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങൽ കെയർ എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഞങ്ങൾ കൂട്ടായ ഒരു ശ്രമവും നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ ഓരോ രാജ്യത്തും, ദുബൈയിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും ദോഹയാണെങ്കിലും മസ്കറ്റ് ആണെങ്കിലും അങ്ങനെ തുടങ്ങി UAE-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ആ തുടക്കം പലർക്കും മാതൃകയായി മാറി. സംസ്ഥാന സർക്കാരിൻ്റെ ദിശയിൽ നേരിട്ട് അന്ന് ബന്ധപ്പെടുന്ന അവസരത്തിലും അവർ പറയാറുണ്ട്, എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആറ്റിങ്ങൽ കെയറുകാരെ വിളിക്കുക, അവരെ വിളിച്ചാൽ എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചു തരും എന്ന് പറഞ്ഞ ഒരു ചിത്രം നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനും കേൾക്കുവാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് ഇക്കാര്യത്തിലുള്ളത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും വലിയ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അവസരം നിങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ കാണിച്ച കൂട്ടായ്മയിലൂടെ നമ്മളുടെ ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുവാൻ കഴിയുമെങ്കിൽ അതെന്നും എക്കാലവും നിലനിന്നുകൊണ്ട് പോകട്ടെ എന്ന് മനസ്സിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അതുതന്നെയാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആറ്റിങ്ങൽ കെയറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഇങ്ങനെ രാഷ്ട്രീയമായി അടൂർ പ്രകാശ് എം.പി. സാർ മുന്നോട്ട് വരികയും അതിനൊക്കെ തന്നെ ഈ പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളും GCC കൺട്രീസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ളവരൊക്കെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും എല്ലാ ദിവസവും നമ്മുടെ
വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന് ഒരു കമ്പനിയുടെ CEO ഏതു തരത്തിലാണ് ആ സ്റ്റാഫുകളോട് ഡെയിലി അപ്ഡേറ്റ്സ് ചോദിക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഊർജവും നൽകിയ നമ്മുടെ മഹാനായ ഒരു MP-യാണ് അടൂർ പ്രകാശ് സാർ. അതുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഓരോരുത്തർക്കും ആറ്റിങ്ങൽ കെയറിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ആറ്റിങ്ങൽ കെയറിന്റെ കരങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ
നന്ദി പ്രദർശനം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി.